ഹലോ. കുറച്ച് ദിവസമായിട്ട് പിള്ളേര് പെറ്റിനെ എന്തെങ്കിലും വേണമെന്ന് നല്ല രീതിയിൽ പറയുന്നുണ്ട് ആഗ്രഹം. അങ്ങനെ ഞങ്ങളും കുറച്ച് ദിവസമായിട്ട് അഡോപ്ഷന് റെഡി ആയിട്ടുള്ള പെറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗ്ലേറ്റ് പെറ്റ് വാല്യൂവിൽ വന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് പൂച്ചകളുണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ആകെ ഒരു പൂച്ച മാത്രമേ ഉള്ളൂ. അതും നമുക്ക് കാണാം ഇവിടെ ഓൺ ഹോൾഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ലൊരു കുഞ്ഞ് 3 മാസമായിട്ടുള്ള പൂച്ചയായിരുന്നു. നമുക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ആള് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഹോൾഡായിരുന്നു. അഡോപ്ഷൻ എന്നാ പറയുന്നുണ്ടെങ്കിലും സംഭവം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ആദ്യമൊക്കെ അഡോപ്ഷൻ എന്ന് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിരിക്കും സംഭവം എന്ന്. അപ്പോൾ അങ്ങനെയല്ല, ഇതിന്റെ എന്താ വാക്സിനേറ്റഡും അങ്ങനെ എല്ലാം സംഭവങ്ങളും ചെയ്തിട്ടുള്ള ചിപ്പൊക്കെ ചെയ്തിട്ടുള്ള പൂച്ചകളും പട്ടികളും ഒക്കെയാണ് ഇങ്ങനെ അഡോപ്ഷൻ ആയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് നേരം കളിപ്പിച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ അവര് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന പൂച്ചകളിൽ ലാസ്റ്റത്തത് ഇതാണ്, അതിപ്പോ ഇന്ന് പോകും, ഇനി ബാക്കി വേറെ ഒന്ന് രണ്ട് സ്ഥലം പറഞ്ഞു തന്നു. അതായത് നമ്മുടെ വിറ്റ്നിപേയിലുള്ള SPCA പോയാൽ അവിടെ കുറച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇപ്പം ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അടുത്ത SPCA വന്നപ്പോൾ അവിടെ ഡോഗ്സും കാറ്റ്സും ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് കാണുന്നതിന് മുമ്പായിട്ട് ഒരു റൂൾസ് വായിച്ചിട്ട് നമ്മൾ അവിടെ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാറ്റ്സിൻ്റെത് സൈൻ ചെയ്തു. അതിൽ കുട്ടികളെ കൊണ്ട് തൊടിയിപ്പിക്കരുതെന്നുള്ളതും നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യണം എന്നുള്ളതും അങ്ങനത്തെ റൂൾസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. അതിൽ കാണിച്ചു തന്നതിൽ കൂടുതലും കുറച്ച് പ്രായമുള്ള 3, 4 വയസ്സ് പ്രായമുള്ള പൂച്ചകളായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞു തന്നിട്ട് ഒരു കാറ്റിനെ മാത്രം കാണിച്ചിട്ട് പറഞ്ഞു നമുക്ക് വീട്ടിൽ വളർത്താനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് നമ്മളോട് അത്ര അങ്ങോട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം അത് മാത്രമല്ല, ഈ പ്രായമുള്ളതാണെന്ന് കണ്ടപ്പോഴും നമുക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് നമ്മളൊരു അടുത്ത റൂളൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇനി പട്ടിയെ കാണാനായിട്ട് പോയി. പട്ടിയെ കണ്ടപ്പോൾ അതിൽ ഒരാളിനെ നമുക്ക് വേണമെങ്കിൽ വാക്കിന് കൊണ്ടുപോവാം, എന്നിട്ട് നമ്മുടെ അടുത്ത് ഇണങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി നല്ല രീതിയിൽ നമ്മളെ അടുത്ത് ഇണങ്ങുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കൂടുതലും കുഞ്ഞു പൂച്ചയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെയും നമുക്ക് പറ്റിയ ആരെയും കിട്ടിയില്ല. അടുത്ത സിഡ്നിയിലുള്ള പെറ്റ് സ്മാർട്ടിലും പെറ്റ് വാല്യൂവിലും പോകാനായിട്ടുള്ള വരവാണ്. നമ്മൾ ആദ്യം തന്നെ പെറ്റ് വാല്യൂവിൽ കയറി. അവിടെ ചെന്ന് കയറി സംസാരിച്ചപ്പോഴേ അവർ പറഞ്ഞു ഇവിടെ വിത്തിൻ അവേഴ്സ് പോവാണ്. ഇന്നലെ വന്നു ഇന്നലെ തന്നെ പോയി എന്ന് പറഞ്ഞു. നമ്മൾ അപ്പം തന്നെ വീണ്ടും കാറിൽ കയറിയിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള പെറ്റ് സ്മാർട്ടിലേക്ക് പോവാണ്. പെറ്റ് സ്മാർട്ടിൽ കയറിയപ്പോൾ അവിടെ കുറച്ച് കിളികളും പട്ടികളും പൂച്ചകളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെയും അവർ പറഞ്ഞു വളരെ പെട്ടെന്ന് പോവും, ഇന്നലെ തന്നെ പോയി എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും അവിടെ നിന്നും ഇറങ്ങുകയാണ്. പക്ഷെ അവിടെ കുറച്ച് നല്ല നല്ല കുഞ്ഞു ആനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊന്നും നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുമെന്ന് തോന്നാത്തത് കൊണ്ട് അതൊന്നും എടുത്തില്ല. അങ്ങനെ വളരെ നിരാശയോട് കൂടിയിട്ട് നമ്മൾ, കാരണം ഇന്ന് എന്തിനെങ്കിലും ഒന്ന് ഒപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഒന്നും നടന്നില്ല. നമ്മൾ പിന്നെ അവിടെ വെൽട്ടൺ സ്ട്രീറ്റിലുള്ള നമ്മുടെ മഡ്ഡിയിൽ കയറി പ്ലേ പാലസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ കയറി ഒന്ന് കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലും സമയം താമസിച്ചു. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കളിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറി. അപ്പം നമ്മൾ കുറച്ച് കോക്കും അതുപോലെ ബർഗറും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന ടൈം ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഡ്രൈവ് ത്രൂ ആയാലും അകത്തായാലും നല്ല തിരക്കായിരുന്നു. അതുകൂടാതെ ആ പ്ലേ പാലസിനുള്ളിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് ആ സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ ഒരറ്റത്തേക്ക് മാറിയിരുന്നു. അതിനകത്ത് നിറയെ പിള്ളേരും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പം ദേ ബാക്കിൽ കണ്ടു ഫുള്ള് പിള്ളേരുടെ ബഹളമാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ചെറിയ പിള്ളേരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി കുറേ നേരം അതിന് ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് നിന്ന് കളിച്ചു. കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.